നിങ്ങൾക്കൊരു സത്യം അറിയാം, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ പേടിയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഇല്ല, പേടിയില്ല. നിങ്ങൾക്ക് അതിൽ പുതിയ കാര്യം ബിസിനസ്സൊക്കെ തുടങ്ങാൻ പേടിയാന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. നിങ്ങൾക്ക് പേടിയില്ല. പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് പേടില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന പേടിയും നിങ്ങൾക്ക് ഇല്ല. നിങ്ങളെ പേടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിന് ഒരു പണി പറ്റിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പേടിൻ്റെ അടിസ്ഥാനം. അത് ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ആ പ്രവചനം എങ്ങനെ ഉണ്ടാവണം നമുക്ക് നോക്കാം. അതെങ്ങനെ മാറ്റാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ലോകത്തെക്കുറിച്ച് ആ കുട്ടിക്ക് വല്ല ഭയമുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോന്ന് പഠിപ്പിക്കുക. വീഴും, നിനക്ക് പറ്റില്ല, ശ്രദ്ധിക്കണം, തോറ്റാൽ ആളുകൾ ചിരിക്കും, ഇങ്ങനെ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സന്ദേശങ്ങൾ അവൻ്റെ തലച്ചോറിൽ ഇങ്ങനെ സംഭരിക്കപ്പെടുകയാണ്. ഓരോ അനുഭവവും, ഓരോ വിമർശനവും, ഓരോ അപമാനവും ബ്രെയിനിലൊരു ഡാറ്റാ ബേസായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് പിന്നീട് അതുപോലൊരു സാഹചര്യം വന്നാൽ പിന്നെ തലച്ചോറ് ചോദിക്കില്ല. കാരണം പ്രോഗ്രാം റെഡിയല്ലേ. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അപകടമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കണത് അപകടം ഉണ്ടോന്നല്ല, ഇതിനു മുമ്പ് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അവിടെ നിങ്ങൾ എന്താ തീരുമാനിച്ചത്. അത് ചിലപ്പോൾ നമ്മളെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് അറിവുണ്ടാവുമല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ചിന്തിക്കുക. ഇവിടെയാണ് അമിഗ്ഡല എന്ന് പറഞ്ഞിട്ട് തലച്ചോറിൻ്റെ ഒരു ഭാഗം പ്രവർത്തിക്കേണ്ടത്. അമിഗ്ഡലിൻ്റെ റോൾ തന്നെ എന്താണെന്ന് നമ്മളെ ജീവനോടെ നിലനിർത്താനുള്ളതാണ്. അപ്പോൾ നമ്മൾ പാരമ്പര്യം ഇപ്പോൾ എന്താ, നമ്മൾ കുറേ കാട്ടിലൊക്കെ ജീവിച്ചു വന്ന ഒരു പാരമ്പര്യമില്ലേ മനുഷ്യനുള്ളത്, അത് സമ്മതിക്കൂല, അത് നിങ്ങളെ വിജയിപ്പിക്കൂല. അത് എന്താ ചെയ്യുക, നിങ്ങൾ ജീവനോടെ നിലനിർത്തും, അത്രേ ഉള്ളൂ. ഇത് സുരക്ഷിതമാക്കും, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുമല്ലോ അല്ലേ, കൈ വേർക്കും, വായ വരളും, തൊണ്ട വരളും, ഇവയെല്ലാം സംഭവിക്കുന്നത് ആ സമയത്ത് ശരീരം വിചാരിക്കുന്നത് വെച്ചാൽ ഇത് എന്തോ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ബ്രെയിൻ വിചാരിക്കുന്നത് എന്താണ്, ഇതെന്തോ ഒരു അപകടകരമായ സാഹചര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്, അവിടെ ഒരു സിംഹമില്ല, ഒരു പുലിയില്ല, ഒരു പ്രസൻറ്റേഷൻ നടത്തണം, അത്രയേ ഉള്ളൂ. അതായത് ശരീരം നമ്മളെ സഹായിക്കുകയാണ് ആ ഒരു വെല്ലുവിളിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും തൊണ്ടയിൽ നിന്ന് ജലമെടുത്ത് ഇന്ധനാക്കിയിട്ട് കൂടുതൽ ഓക്സിജൻ നൽകിയിട്ടൊക്കെ സഹായിക്കുമ്പോൾ നമ്മുടെ ആ മുമ്പത്തെ അനുഭവം ഉണ്ടല്ലോ, ഇതൊക്കെ സംഭവിച്ചപ്പോൾ എന്തുണ്ടായത്, അത് സിംഹമൂലിയൊക്കെ വന്ന സമയത്തുണ്ടായ സംഗതി, അതേ സംഗതി സംഭവിക്കുമ്പോൾ ഇത് വിചാരിക്കണം എന്താണെന്നറിയോ, ആ സംഗതി തന്നെയാണ് ഇപ്പം ഇവിടെ നിന്ന്. ഇതിലാണ് ഒരു വലിയ ചോദ്യമുള്ളത്. ഈ അമിഗ്ഡല എന്ന് പറഞ്ഞാൽ അതിന് തെറ്റുപറ്റും. കാരണം എന്താ വെച്ചാൽ അതിന് ഇതേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലർക്ക് ലിഫ്റ്റിൽ കയറാൻ പേടി, ചിലർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പേടി, ചിലർക്ക് ഒരു ഫോൺ കോൾ ചെയ്യാൻ പോലും പേടി അല്ലേ. അപകടം യഥാർത്ഥത്തിലുണ്ടോ ഇല്ല, ഇതൊക്കെ മുമ്പത്തെ ഓർമ്മകളാണ്. നമ്മൾ അറിയാത്ത സമയത്ത് കയറിയോ 7 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങളുണ്ടാവും, നമ്മുടെ പാരമ്പര്യത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭയം മാറാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എന്താണെന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് ഏതായാലും കുറച്ച് ധൈര്യം വന്നിട്ട് ചെയ്യാമെന്നാണ്. അങ്ങനെയല്ല. മനഃശാസ്ത്രം പറയുന്നത് നേരെ വിപരീത, ചെയ്താൽ മാത്രമേ ധൈര്യം വരൂ. ഇതിനാണ് എക്സ്പോഷ്യർ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഭയമുള്ള കാര്യത്തെ ചെറിയ അളവിൽ സുരക്ഷിതമായി ആവർത്തിച്ച് നേരിട്ടും. അതായത് ഓരോ തവണയും ബ്രെയിൻ പുതിയൊരു സന്ദേശം പഠിക്കും. ഇത് ചെയ്തപ്പോൾ ഞാൻ ജീവനോടെ തന്നെ തിരികെ വന്നല്ലോ, കുഴപ്പമില്ല. അങ്ങനെ ആ പഴയ ഭയ പ്രോഗ്രാമിൻ്റെ ശക്തി കുറയാൻ തുടങ്ങും. എൻ്റെ അറിവിൽ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഒരു പട്ടി എന്നെ എല്ലാ ദിവസവും ഓടിക്കും. പട്ടീൻ്റെ ഹോബി അതാണ്. എല്ലാ ദിവസവും ഞാൻ ഓടും, എന്നിട്ട് പട്ടി പിന്നെ പുറകെ വരുന്നില്ല. ഞങ്ങൾ ഓടി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞെന്നുണ്ട് ഞാൻ പട്ടിയെ പണി നിർത്തും. ഒരു ദിവസം ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഓടി. ഞാൻ തിരിഞ്ഞ് നിന്നിട്ട് ഒരു കൊള്ളി എടുത്തിട്ട് പോടാ പട്ടി എന്നോട്ടൊരു ഏറ്റവും ശബ്ദം കിട്ടുക. അന്നത്തോടെ പട്ടിയെ പണി നിർത്തിയ പട്ടി ആണ് അന്ന് പുറകോട്ട് തിരിഞ്ഞു ഓടിയത്. ആ ഒരു ദിവസം മാറിയത് പട്ടി മാത്രമല്ല, പട്ടിയും മാറി. അതുപോലെ എൻ്റെ തലച്ചോറിലെ പ്രോഗ്രാമും മാറി. ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുക. നിങ്ങൾ ഓടുന്നത് നിർത്തുന്ന ദിവസം പല ഭയങ്ങളും നിങ്ങളെ പിന്തുടരുന്നത് നിർത്തും. ഞാൻ രാവിലെ നടത്തുന്ന പ്രോഗ്രാമിൽ 7:30 പരിശീലനങ്ങളാണ്, മോട്ടിവേഷനല്ല. അവിടെ IES ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിൽ ഇവിടെ അറിവ് കൊടുക്കുക. അതല്ല, ആളുകൾ വർഷങ്ങളായി നിർമ്മിച്ച ഭയത്തിന് ന്യൂറൽ പാറ്റേണുകൾ മാറ്റാനുള്ള പരിശീലനങ്ങളാണ് നൽകുന്നത്. കാരണം ഭയം കുറയുമ്പോൾ നമ്മുടെ ഊർജം കൂടും. ഊർജം കൂടുമ്പോൾ തീരുമാനങ്ങൾ, പുതിയ ഊർജ്ജത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ വരാൻ തുടങ്ങും. തീരുമാനങ്ങൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുക, ജീവിതവും മാറും. ഇന്ന് രാത്രി ഒരു കാര്യം ഒന്ന് എഴുതുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ 3 ഭയങ്ങൾ. ഓക്കെ. അതിനുശേഷം ഓരോ ഭയത്തിൻ്റെയും മുന്നിൽ ഒരു ചോദ്യം മാത്രം എഴുതുക. ഇത് യഥാർത്ഥ അപകടമാണോ അതോ എൻ്റെ തലച്ചോറിൻ്റെ ഒരു പഴയ പ്രോഗ്രാമാണോ? ഈ ഒരു ചോദ്യം നിങ്ങളെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ തുടങ്ങും. അതായത് ഇപ്പോൾ പേടിച്ചോണ്ടിരിക്കുക ഞാൻ നേരത്തെ പട്ടീൻ്റെ കാര്യം പറഞ്ഞ പോലെ ആരൊക്കെയോ നമ്മളെ ഹോബിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇല്ലാത്തൊരു കാര്യമാണോ? അത് നമ്മുടെ മുമ്പ് തലയിൽ കയറിയൊരു വിഷയമാണോ? ഒന്ന് ചോദിക്കുക. അടുത്ത എപ്പിസോഡിൽ ചിലർ എന്തുകൊണ്ടാണ് എല്ലായിടത്തും അവസരങ്ങൾ മാത്രം കാണുന്നത് എന്ന്, മറ്റ് ചിലർക്ക് പ്രശ്നം മാത്രം കാണാൻ കഴിയുന്നത്, ഇത് ഭാഗ്യമാണോ? അത് വേറെ കാര്യങ്ങളുണ്ട്. എന്നുള്ള RIS കുറിച്ച് പഠിച്ചു, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ നമ്മുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് അവരുടെ ബ്രെയിനെ നിയന്ത്രിക്കുന്നത് എന്നൊരു ശാസ്ത്രീയ വശമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക്
അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.